രാംജിത്തെ നോക്കി വരണം കല്ല് ചവിട്ടുമ്പോ ഉരുണ്ട് താട്ട് പോരുത്. അത്ര വലിയ കുഴിയാ. ചാടിയത് കണ്ടോ? കാട്ടുപോത്തിന്റെ ചാണാനാണെങ്കിൽ ഇതിന്റെ ട്രിപ്പിൾ ക്വാണ്ടിറ്റി ഉണ്ടാവും. കാട്ടിലെ ഈന്തപ്പഴം കഴിച്ചിട്ടുണ്ടോ? ഇതുവരെ കഴിച്ചിട്ടില്ല. അതിന്റെ ആ രുചി എന്താ നോക്കുന്ന അറിയാം. ഏത് മലയുടെ പൊക്കത്താ? ഇല്ല മലയുടെ പൊക്കത്താ. അയ്യോ, അതിന്റെ മേളിൽ കയറാൻ. അത് മാത്രമല്ല, താഴോട്ട് പോകുമ്പം ഒരു അടിപൊളി സംഭവം ഉണ്ട്, അതും കാണാം. അപ്പൊ വീഡിയോ മൊത്തം കണ്ടോ, എല്ലാം അടിപൊളിയാണ്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഇറങ്ങുന്ന വഴിയാ കേട്ടോ. അയ്യോ, സൂക്ഷിച്ചിറങ്ങണോ അല്ലേ? വളരെ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ നല്ല ഇതാ. ഓക്കെ, പുള്ളിയെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മൾ പോകുന്ന അവിടെ അല്ലേ? നമ്മള് പോകുന്ന അവിടെ അത് കണ്ടോ, ആ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ പോകുന്നല്ലേ. നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. സൂക്ഷിച്ചിറങ്ങണേ. ട്രിപ്പൊക്കെ ആവശ്യമുള്ളവർ, ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് വരാം അല്ലേ. അല്ലാതുള്ള സ്ഥലങ്ങളും ഉണ്ട്, അല്ലാതുള്ള സ്ഥലങ്ങളുണ്ട്. ഫാമിലി ആയിട്ട് വരുന്നവർക്ക് അങ്ങനത്തെ ഉണ്ട്. അത് തന്നെ ആ ഒരു പാറയില്ല, അങ്ങോട്ട് നമ്മളിപ്പോ ഇറങ്ങി ചെല്ലുന്ന പതിയെ സൂക്ഷിച്ചിറങ്ങിയില്ല പണി പാടും. ഇറങ്ങണേ, നല്ല റിസ്ക് ആണ്. അദ്ദേഹം അവിടെ എത്തി. ഇത് നമ്മൾ ഓൺ ദ വേ ആണ്. പെതുക്കെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ കേട്ടോ. പെതുക്കെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. മേളിൽ നിന്ന് രാംജിത്തും വരുന്നുണ്ട്. എല്ലാവരും എങ്ങനെയുണ്ട്? അയ്യോ, ഒരു രക്ഷയില്ല. മറ്റേ ഡിസ്കവറി ചാനലിലൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ ഇത് നോക്ക്, ഒരു ശകലം വഴിയേ ഉള്ളു. ആ വഴിയെ ചവിട്ടിയാ നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ. കറക്റ്റ്, ശകലം വഴിയേ ഉള്ളൂ. ഈ പുല്ലേലൊക്കെ ചെറുതായിട്ട് പിടിച്ചാണ് വരുന്നത്. അയ്യോ, അത് തന്നെ. പ്രതിനെ ഇവിടെ ഇറങ്ങാനേ വളരെ സൂക്ഷിക്കണം കേട്ടോ. ഇവിടെ ചെലന്തി വലയൊക്കെയാണേ. പെതുക്കെ ഇറങ്ങി വരണേ കേട്ടോ. പെതുക്കെ നല്ല കേട്ടോ. മരത്തിന്റെ പേരൊക്കെയാണേ. രാംജിത്തെ നോക്കി ഇറങ്ങണേ. ചിലപ്പോ തെന്നാൻ സാധ്യതയുണ്ട്. സ്ലിപ്പാവല്ലേ. ഓ, അടിപൊളി. നോക്കി, നല്ല തണുപ്പോട്ടോ. അടിപൊളി വെള്ളം. ഓ, ഇത്ര ഇറങ്ങി വരുമ്പോ ഇങ്ങനെ ഒരു വെള്ളം കൂടി കിട്ടുവേ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാ. പ്രതിനെ ഇങ്ങോട്ട് വന്ന് താഴത്തോട്ട് നോക്കിയാൽ തല കറങ്ങും. ഭയങ്കര ഒരു കുഴി. ഇത് കണ്ട, ഇതെങ്ങനെ ഉണ്ടാവുന്നേ? ഇത് എങ്ങനെയാന്ന് വെച്ചാല് വെള്ളം ഒഴുകി വരുമല്ലോ. വെള്ളം ഒഴുകി വരുമ്പം പാറക്കല്ലുകളില്ലേ, ഉരുണ്ട് വന്ന് ചെറിയ ഇങ്ങനെ ഉരുണ്ട് വരുമ്പോ ഇതേപോലത്തെ ചെറിയ കുഴിക്കകത്ത് വീണിട്ട് ഇതിന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങും. പമ്പരം കറങ്ങുന്ന പോലെ. എന്നിട്ട് അങ്ങനെ കറങ്ങിയാണ് ഇത്രയും വലിയ കുഴികളൊക്കെ കറങ്ങിയിട്ടാണ് വെളിയിലോട്ട് പോകുന്നത്. ഒറ്റടിക്കല്ല കേട്ടോ, വർഷങ്ങൾ പിടിക്കും. ഇതുകൊണ്ട് എന്നെ മൂടും, അത്ര വലിയ കുഴിയാ. ചാടിയത് കണ്ടോ? ഭയങ്കര കുഴിയാ കേട്ടോ. താട്ട് വരുന്നോ? ഇല്ല, ഇറങ്ങാൻ. നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് വരുന്നോണ്ടേ. കണ്ടോ, ചെറിയൊരു പാടുണ്ട് കേറാൻ. സംഭവം പറിക്കാൻ പോവാ. എന്തുവന്ന് നോക്കാം. ഇത് കണ്ട, ഇതാണ് പനിനീർ ചാമ്പങ്ങ. പനീർ ചാമ്പ ഇതല്ലേ? ഇതാണ് പനിനീർ ചാമ്പയാണ്. നമ്മുടെ റിസോർട്ടിന്റെ ഫ്രണ്ടിൽ ഇതുണ്ട്. പക്ഷെ നമ്മള് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് വിശക്കെന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ പറിച്ചാണിത്. ഇത് കണ്ടോ, പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് 2 അരിയുണ്ട്. ഇത് ഞാൻ വീട്ടിൽ കൊണ്ട് നടാൻ പോകും കേട്ടോ. ഇത് വീട്ടിൽ കൊണ്ട് നടും. ഒന്ന് കഴിച്ച് നോക്കട്ടെ. അങ്ങനെയുണ്ട്. ഒരു നല്ല മണം, അതിന്റെ കൂട്ടത്തിൽ ടേസ്റ്റ് ഒരു രക്ഷയില്ല. നമ്മുടെ നാട്ടിലുള്ള അല്ലല്ലോ ഇത് വേറെ. ഇത് പനിനീർ ചാമ്പ എന്ന് പറയും. പക്ഷെ നമ്മുടെ നാട്ടിലെ പനീർ ചാമ്പ ഇങ്ങനല്ല. ഇത് ഇവിടത്തെ എങ്ങനെയാണ്? ഇത് കണ്ടോ, ഒരു വെറൈറ്റി ആല. ഭയങ്കര ഭംഗിയാ കാണാൻ. കണ്ടോ, സൂപ്പറാണ്. ഇങ്ങോട്ട് വന്നാൽ ഇതൊരു ഇഞ്ചിയാ, എന്തോ ഒരു ടൈപ്പ് ഇഞ്ചിയാ. അതിന്റെ പൂക്കൾ എന്ത് രസമാണെന്ന് നോക്കിയേ. ഇനി നമ്മൾ കയറാൻ പോകുന്ന കുറച്ച് അത്യാവശ്യം കുത്തനെയുള്ള കയറ്റമാണ്. അപ്പൊ നിങ്ങൾ നല്ല രീതിക്ക് സൂക്ഷിച്ച് വേണം കയറി വരാൻ. പ്രതിനെ വളരെ സൂക്ഷിച്ച് വേണം കയറാൻ കേട്ടോ. കല്ല് ചവിട്ടുമ്പോ ഉരുണ്ട് താട്ട് പോരുത്. താട്ട് പോകുമ്പോ അവർക്ക് നമ്മുടെ താഴോട്ട് പോയാലേ ഒന്ന് നോക്കിയേ, ഭയങ്കര കൊക്കയാ. ഇത് നോക്ക്, താഴോട്ടെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ, വളരെ ശ്രദ്ധിക്കണേ. അയ്യോ, രാംജിത്തെ നോക്കി വരണം കേട്ടോ. നോക്കി വരണം താഴോട്ടെ. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. അതേടാ, എങ്ങനെയുണ്ട്? അയ്യോ, പകുതി ആയിട്ടുള്ളൂ. ഇനി കിടക്കുവാ മേളിലോട്ട് കയറാൻ കിടക്കുവാണ്. പക്ഷേ കാഴ്ചകൾ ഒരു രക്ഷയില്ല. ഈ ചൂടുള്ള സമയമാണേ പോലും ഉണ്ടല്ലോ, നമ്മൾ വേർത്തിട്ടില്ല. കേറിയൊന്ന് വഴിയൊന്നും നോക്കി താഴോട്ട്. ഇവിടെ ജസ്റ്റ് അങ്ങോട്ട് മാറി ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി വ്യൂ ആണ്. കിട്ടിയിട്ടുണ്ട്. അടുത്ത് നിങ്ങൾ കഴിക്കാൻ പോകുന്ന ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കാട്ടിലെ ഡേറ്റ്സ് എന്ന് പറയുന്നത്. ശരിക്കും പഴുത്തല്ലേ? നിങ്ങൾ ഇതൊന്ന് കഴിച്ചു നോക്കിയേ. ഒന്ന് നോക്കട്ടെ, എന്ന് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് അതേപോലെ തന്നെ കേട്ടോ, അതേപോലത്തെ കുരുവാണ്. പക്ഷെ അരി കണ്ടോ, അതേപോലെ കുരുണ്ട്, പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് ആണ്. ഈ സംഭവം നമ്മുടെ പച്ചയായിട്ടുള്ളതല്ലയോ? അതെ, ഇതാണ് ആ പച്ചയായിട്ടുള്ളത്. അതിൽ പഴുത്ത് കിടക്കുന്നുണ്ടോ? ഇത് ഇനിയിപ്പോ അത് മൊത്തം പഴുക്കും. ഇതുണ്ടോ, ഇതിന്റെ പേര് ഈന്തപ്പന. ഈന്തപ്പനയാണ്. കാട്ടിലെ ഈന്തപ്പന.
നീ നോക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ പേര് എന്ന് വെച്ചാൽ ചിറ്റീന്ത് എന്ന് പറയും. ചിറ്റീന്ത് ചിറ്റീന്തല്ലേ? ചിറ്റീന്ത്. ചിറ്റീന്ത് എന്നാണ് പറയുന്നത്. ഇതൊരു പശുവിന്റെ ചാണാനാണ്. ആ നിങ്ങൾ ഇത് കാട്ടുപോത്താന്ന് വിചാരിക്കില്ല. കാട്ടുപോത്തിന്റെ ചാണാനാണെങ്കിൽ ഇതിന്റെ ട്രിപ്പിൾ ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇരട്ടി 3 ഇരട്ടി ഉണ്ടാവും. ഇരട്ടി ഉണ്ടാവും. ഈ ലൈൻ എന്തോ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ലൈനിന്റെ ഇപ്പുറത്ത് ഫോറസ്റ്റ് ഏറിയാണ്. ഇതിന്റെ അപ്പുറത്ത് ഓരോ വ്യക്തികളുടെ കയ്യിലുള്ള പറമ്പാണ്. അപ്പൊ നമ്മള് ഫോറസ്റ്റിന്റെ സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല. ഇതെല്ലാം ഓരോ വ്യക്തികളുടെയാ. നമ്മൾ ഇതുവരെ ഇറക്കിയിട്ടില്ല നിങ്ങള് ഫോറസ്റ്റിനെ അങ്ങോട്ടേക്ക്. ഇല്ല, അങ്ങനെ ഇറക്കാനും പാടില്ല. കാര്യം എന്താ വെച്ചാല് ഫോറസ്റ്റിന്റെ അങ്ങോട്ട് പോകുന്നത് നിയമപരമായിട്ട് ഉള്ള ഒരു സംഭവം അല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങരുത്. നമുക്ക് കാണാം അല്ലയോ? ദൂരെ നിന്ന് കാണാം. പരുന്തുംപാറയുടെ വേറെ സ്ഥലത്തല്ലേ? വേറൊരു സ്ഥലമാണ്. അവിടുത്തെ വ്യൂ ആണ് ഒരു അസ്തമയ കാണുന്നത്. ഇന്ന് വേറൊരു അസ്തമയം. പിന്നെ പ്രജനത് ഇല്ല, ആ കാണുന്ന 2 മലയാണ് നമ്മള് കേറിയത് എന്ന് പറഞ്ഞാൽ താഴേന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്ക്. നമ്മുടെ റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതിന്റെ നേരെ താഴത്തായിട്ട് വരുന്നത്. ഇതിന് താഴെയാണ്. ശരിക്കും പരുന്തുംപാറയിലെ വളരെ കുറച്ച് കാഴ്ചകൾ മാത്രമാണ് ഈ വീഡിയോയില്. തങ്കു നമ്മളെ എവിടെ കൊണ്ട് അവിടെയൊക്കെ നമ്മൾ ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് കൊണ്ടുപോയി അടിച്ച് തകർത്തിട്ടുണ്ട് കേട്ടോ. പുള്ളിയുടെ കൂടെ കൂടി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ തന്നെ ഒരു രക്ഷയില്ല. അടിപൊളിയാ കേട്ടോ.